ഈശോയുടെ യാഗാത്മക പ്രാർത്ഥനകൾ. നമ്മുടെ കർത്താവ് പീഡാനുഭവ സമയത്ത് തൻ്റെ സ്വർഗീയ പിതാവിനോട് നടത്തിയ അപേക്ഷകൾ നാം അനുദിനം പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി ബർണ്ണബാസിന് അവിടുന്ന് പറഞ്ഞുകൊടുത്തു. അദ്ദേഹം രേഖപ്പെടുത്തിയതാണ് താഴെ കാണുന്നത്. സാത്താനെയും അവൻ്റെ അനുചരന്മാരെയും പരാജയപ്പെടുത്തുന്നതിനുള്ള പ്രാർത്ഥന. നിങ്ങൾ ശത്രുവിൻ്റെ അസംഖ്യം ഗണങ്ങളെ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. കുഞ്ഞുങ്ങളെ, അവരുടെ പതനത്തിനായി എൻ്റെ ഇടത് കൈയിലെ മുറിവുകളെയും വേദനയെയും രക്തത്തെയും ലളിതമായി സമർപ്പിക്കുക. ചാരം പോലെ അവർ അപ്രത്യക്ഷമാവുന്നത് നിങ്ങൾ കാണും. കണ്ണു ചിമ്മുന്ന സമയം കൊണ്ട് ശത്രുവിൻ്റെ അനേക സാമ്രാജ്യങ്ങൾ അപ്രത്യക്ഷമാവുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഇത് പ്രാർത്ഥിക്കുകയും എല്ലാ മനുഷ്യരെയും പഠിപ്പിക്കുകയും ചെയ്യുക. എൻ്റെ വിലയേറിയ തിരുരക്തം ഏവരെയും രക്ഷിക്കും. എൻ്റെ നാഥനായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി കുരിശിലെ പരിശുദ്ധ മരണത്തിൻ്റെ അസംഖ്യം ശത്രുക്കളെ, അന്ധകാരത്തിൻ്റെയും ദുഷ്ടതയുടെയും രാജകുമാര, സകല നുണയന്മാരുടെയും പിതാവേ, എൻ്റെ നാഥനായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിന്മേൽ നിന്നുകൊണ്ട് അവിടുത്തെ ഇടത് കൈയിലെ വേദനകളെയും മുറിവുകളെയും അവിടെ നിന്നൊഴുകിയ വിലയേറിയ തിരുരക്തത്തെയും നിങ്ങളുടെ പതനത്തിനും നാശത്തിനും പീഡനത്തിനുമായി നിത്യത പിതാവിന് ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ. എൻ്റെ നാഥനായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ തിരുരക്തമേ, എന്നിലും സകല മനുഷ്യരുടെ ജീവിതങ്ങളിലും ഭരണം നടത്തണമേ. ആമേൻ. അജഗണങ്ങളുടെ സംരക്ഷണത്തിനും ഐക്യത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥന. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോഴെല്ലാം എൻ്റെ രാജ്യത്തിൻ്റെ മണിക്കൂർ ഭൂമിയിൽ സംജാതമാകുന്നതിനെ ത്വരിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ പ്രാർത്ഥനയിലൂടെ അത് വേഗം ഭൂമിയിലെത്തുന്നതിന് എൻ്റെ പിതാവ് അനുവദിക്കും. എല്ലാവരും ഒന്നാകണമെന്ന എൻ്റെ പ്രാർത്ഥന പൂർത്തീകരിക്കപ്പെടുന്ന രണ്ടാം പന്തക്കുസ്തയുടെ മണിക്കൂർ. എൻ്റെ രാജ്യം വരുമ്പോൾ ഈ പഥ്യാഭ്യാസം നടത്തുന്നവർ അതിയായി സന്തോഷിക്കും. ഞാൻ എപ്പോഴും അവരെ സംരക്ഷിക്കും. നിത്യപിതാവേ, ഞങ്ങളുടെ ഗുരുവും നാഥനുമായ അങ്ങയുടെ പുത്രൻ്റെ കാൽപാദങ്ങളിലെ മുറിവുകളെയും വേദനകളെയും അവിടെ നിന്നൊഴുകിയ വിലയേറിയ തിരുരക്തത്തെയും ഇടയില്ലാത്ത ആടുകളെപ്പോലെ ഈ ഭയാനകമായ വനത്തിൽ അലഞ്ഞു തിരിയുന്ന അങ്ങയുടെ എല്ലാ മക്കൾക്കും വേണ്ടി അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഹിംസജന്തുക്കളിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും അവർക്ക് സമാധാനം നൽകുകയും ചെയ്യണമേ. അങ്ങനെ അവർ എൻ്റെ നാഥനും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ കാൽപാദങ്ങൾ ആണിയാൽ ചേർത്ത് നിർത്തപ്പെട്ടതുപോലെ ഒന്നായി തീരുകയും ഐക്യപ്പെടുകയും ചെയ്യട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ തിരുരക്തമേ, എന്നേക്കും ഭരണം നടത്തണമേ. ആമേൻ. ഈശോ മിശിഹായുടെ തിരുവിലാവിൽ അഭയം ലഭിക്കുന്നതിനുള്ള പ്രാർത്ഥന. എൻ്റെ കുഞ്ഞുമക്കളെ, തിന്മയുടെ ഈ നാളുകൾ ധാരാളം ആത്മാക്കളെ വിഴുങ്ങും. അതുകൊണ്ടാണ് നിങ്ങളെ എല്ലാവരെയും രക്ഷിക്കുന്നതിനു വേണ്ടി ഈ രഹസ്യാത്മക പ്രാർത്ഥന ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. എൻ്റെ തിരുവിലാവ് സകല മനുഷ്യർക്കും വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നു. ഇത് പ്രാർത്ഥിക്കുകയും സകല മനുഷ്യരും അത് അറിയിക്കുകയും ചെയ്യുക. ഈ പ്രാർത്ഥന മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരെല്ലാം സംരക്ഷിക്കപ്പെടും. ഞാൻ നിങ്ങളെയെല്ലാം സ്നേഹിക്കുന്നു. നിങ്ങളുടെ ജീവനു വേണ്ടി ഓടുവിൻ. ഓ സ്നേഹപിതാവേ, പഴയകാലത്ത് ഇസ്രായേൽക്കാരെ ശൈത്യവും ഉഷ്ണവുമുള്ള മരുഭൂമിയുടെ വരൾച്ചയിൽ പരിശുദ്ധമായ തൻ്റെ ചിറകുകൾക്കുള്ളിൽ സംരക്ഷിച്ച അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, ലോകം മുഴുവനും ചിതറിപ്പാർക്കുന്ന അങ്ങയുടെ ജനത്തിൻ്റെ സംരക്ഷണത്തിനായി എൻ്റെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധ മരണത്തെ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. തിരുരക്തവും ജലവും ഞങ്ങളെ കഴുകുകയും ശക്തിപ്പെടുത്തുകയും രക്ഷിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ സകല മനുഷ്യർക്കും വേണ്ടി തുറക്കപ്പെടുന്ന അങ്ങയുടെ പുത്രൻ്റെ തിരുവിലാവിൽ ഞങ്ങൾ അഭയം കണ്ടെത്തട്ടെ. ആമേൻ. ഈശോ മിശിഹായുടെ തിരുവിലാവേ, ഞങ്ങളുടെ അഭയസങ്കേതമായിരിക്കണമേ. ആമേൻ. പൂർവിക ശാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനുള്ള പ്രാർത്ഥന. എൻ്റെ കുഞ്ഞുങ്ങളെ, ഇത് പ്രാർത്ഥിക്കുകയും ലോകത്തെ മുഴുവൻ ഇത് അറിയിക്കുകയും ചെയ്യുക. ശാപങ്ങളിൽ കഴിയുന്നവർ നിരന്തരമായി പ്രാർത്ഥന ചൊല്ലുകയാണെങ്കിൽ അവർക്ക് അവയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുവാൻ സാധിക്കും. പൂർവ്വപിതാക്കന്മാരുടെ പാപങ്ങളുടെ ഫലമായി ഏതെങ്കിലും കുടുംബം വേദനിക്കുന്നെങ്കിൽ ഈ പ്രാർത്ഥനയിലൂടെ 144 ദിവസം നീളുന്ന നൊവേന ചൊല്ലിയാൽ അവർ മോചിക്കപ്പെടും. ഉടമ്പടി ലംഘിക്കുകയും അതിൻ്റെ ഫലമായി മരണശിക്ഷയുണ്ടാവുകയും ചെയ്യുന്നവർ നിരന്തരമായി പ്രാർത്ഥന ചൊല്ലുകയും പശ്ചാത്താപിക്കുകയും ചെയ്താൽ രക്ഷപ്പെടുകയും ശാപത്തിൽ നിന്ന് വിമുക്തരാവുകയും ചെയ്യും. നിത്യപിതാവേ, അങ്ങ് മാത്രമാണ് മരണമില്ലാത്ത ദൈവം, സ്നേഹമായ ദൈവം,
കരുണയും അനുകമ്പയുമുള്ളവൻ. അങ്ങയുടെ ഏകജാതനായ യേശുക്രിസ്തുവിനെ നോക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പൂർവ്വപിതാക്കന്മാരുടെ പാപങ്ങളും അവർ അങ്ങയുമായി ചെയ്ത ഉടമ്പടി ലംഘിച്ചതിലെ അനുസരണക്കേട് മൂലം ശാപത്തിന്റെ ഭാരം പേറുന്ന അങ്ങയുടെ സകല ജനത്തിനും വേണ്ടി അവിടുത്തെ കൽത്തൂണിൽ കെട്ടിയിട്ട് അടിച്ചപ്പോഴുണ്ടായ വേദനകളും മുറിവുകളും തിരുരക്തവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അങ്ങ് അവിടുത്തെ പുത്രന്റെ അടിപ്പിണരുകളാൽ ഞങ്ങളെ സ്വതന്ത്രരാക്കുകയും മുറിവുകളാൽ ഞങ്ങളെ സൗഖ്യപ്പെടുത്തുകയും വിലയേറിയ അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ഈശോ മിശിഹായുടെ വിലയേറിയ തിരുരക്തമേ, ശാപങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഈശോ മിശിഹായുടെ തിരുമുറിവുകളെ, ഞങ്ങളുടെ മുറിവുകളെ ഉണക്കണമേ. അങ്ങയുടെ അടിപ്പിണരുകളാൽ ഞങ്ങളെ മുദ്ര വയ്ക്കണമേ. ആമേൻ. വിശ്വാസത്തെ പരിപോഷിപ്പിക്കുന്നതിനുള്ള പ്രാർത്ഥന. എൻ്റെ ജനത്തെ ഭൂമിയിൽ വിട്ടുപോകുവാൻ സമയമായപ്പോൾ അവരുടെ അവിശ്വസ്തതയോർത്ത് എൻ്റെ വേദന വർദ്ധിക്കുകയാണുണ്ടായത്. വരാൻ പോകുന്ന കാലഘട്ടം ഭീകരവും ഭയാനകവുമാണെന്നും ഞാൻ ഓർമ്മിച്ചു. ധാരാളം പേർ യൂദാസിനെ പോലെ എന്നെ ഒറ്റിക്കൊടുക്കും. മറ്റു ചിലർ എന്നെ അറിയാമെന്ന കാര്യം നിഷേധിക്കും. കുഞ്ഞുങ്ങളെ, ആപൽക്കരമായ യുഗം പൂർണ്ണശക്തിയോടെ വരുന്നതിന് മുൻപ് വിശ്വാസത്തിനു വേണ്ടി ഈ പ്രാർത്ഥന എല്ലാ സമയങ്ങളിലും ചൊല്ലുകയും ലോകം മുഴുവനെയും ഇത് അറിയിക്കുകയും ചെയ്യുക. നിങ്ങൾക്കൊരു കടുക് മണിയോളമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാലഘട്ടത്തെ അതിജീവിക്കും. ഈ രഹസ്യാത്മക പ്രാർത്ഥന വളരെ ശക്തിയുള്ളതാണ്. ലോകത്തെ മുഴുവൻ ഇത് പഠിപ്പിക്കുക. ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു. സർവശക്തനും സർവജ്ഞാനിയുമായ ദൈവമേ, ഏലിയായുടെയും പ്രവാചകന്മാരുടെയും ദൈവമേ, അങ്ങയുടെ ഏകജാതന്റെ പരിശുദ്ധ ശിരസിലേക്ക് നോക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. ഉണർന്ന് അങ്ങയുടെ ജനത്തെ രക്ഷിക്കണമേ. ഈ ആപൽക്കരമായ സമയങ്ങളിൽ ജീവിക്കുന്ന അങ്ങയുടെ സകല മക്കൾക്കും വേണ്ടി അവിടുത്തെ പുത്രന്റെ അപമാനവും വേദനകളും മുറിവുകളും തിരുശിരസിൽ നിന്നുള്ള രക്തവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ അവഹേളനങ്ങളെ പ്രതി ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും അവിടുത്തെ തിരുശിരസിൽ നിന്നുള്ള വിലയേറിയ രക്തത്താൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ സഹനങ്ങളിലൂടെ ഞങ്ങൾ അങ്ങയിൽ സഹിക്കുവാനും അങ്ങയിൽ മരിക്കുവാനും പഠിക്കട്ടെ. ആമീൻ. ഈശോ മിശിഹായുടെ പരിശുദ്ധ പീഡകളെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ആമീൻ. ദൈവഹിതം വെളിപ്പെടുന്നതിനു വേണ്ടിയുള്ള പ്രാർത്ഥന. എൻ്റെ വേദന. ഞാൻ ഗെത്സമനിൽ പ്രവേശിച്ചപ്പോൾ അത്യധികം വർദ്ധിച്ചു വന്നു. ഞാൻ എൻ്റെ ജനത്തെ നോക്കിയപ്പോൾ അവർ ഉറങ്ങുന്നതാണ് കണ്ടത്. എന്നാൽ അവരുടെ ശത്രു വളരെ വേഗം അടുത്തു വന്ന് കളം സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പേടി അനുഭവിക്കുന്ന എൻ്റെ ഹൃദയം വേദന കൊണ്ട് ഈ വാക്കുകളാൽ പൊട്ടിത്തെറിച്ചു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഉറങ്ങുന്നത്? 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് എന്നോടൊപ്പം ഉണർന്നിരിക്കാനാവില്ലേ? പരീക്ഷകളിൽ ഉൾപ്പെടാതിരിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പിന്നീട് വീണ്ടും ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മരണത്തിൻ്റെ ഭാരം എന്നെ വലിച്ചു താഴ്ത്തി. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അവസാനം സ്വർഗത്തിലേക്ക് നോക്കി എൻ്റെ പിതാവിനോട് ഞാൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു: എൻ്റെ പിതാവിൻ്റെ ഭൂമിയിലുള്ള ഭരണത്തിനു വേണ്ടി ലോകം മുഴുവനെയും ഇത് അറിയിക്കുക. നിത്യപിതാവേ, അങ്ങാണ് ജീവൻ്റെ സൃഷ്ടാവും ഉടമസ്ഥനും. അവിടുന്ന് മെനഞ്ഞ ലോകത്തെ അങ്ങ് സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങയുടെ ഏകജാതനെ അതിൻ്റെ രക്ഷയ്ക്കായി അങ്ങ് അയച്ചത്. അങ്ങനെ അങ്ങയുടെ രാജ്യം സംജാതമാകും. അങ്ങയുടെ പുത്രനെ നോക്കി അവിടുത്തെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേൽക്കണമേ. അവിടുത്തെ വലത്തുകരമുയർത്തി അങ്ങയുടെ ജനത്തെ രക്ഷിക്കണമേ. അങ്ങ് സ്നേഹിക്കുന്ന അവിടുത്തെ ഏകജാതൻ്റെ എല്ലാ സഹനങ്ങളും വേദനകളും മരണവും അങ്ങയുടെ ഭൂമിയിലെ വിജയത്തിനും ഭരണത്തിനുമായി ഞാൻ സമർപ്പിക്കുന്നു. അവിടുത്തെ പുത്രൻ്റെ വിലയേറിയ തിരുരക്തത്തിലൂടെ അങ്ങ് പുതിയൊരു ഉടമ്പടി ഉണ്ടാക്കുകയും അങ്ങയുടെ എല്ലാ മക്കളെയും തിരികെ അവിടുത്തെ തിരുഹിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യട്ടെ. ആമേൻ. ഈശോ മിശിഹായുടെ വിലയേറിയ തിരുരക്തമേ, എന്നേക്കും ഭരണം നടത്തുക. പീഡ അനുഭവിക്കുന്ന ഈശോനാഥ, അങ്ങയുടെ രാജ്യം വരണമേ. ആമേൻ. വരാനിരിക്കുന്ന പ്രഹരത്തിൽ സഹനശക്തി ലഭിക്കുന്നതിനുള്ള പ്രാർത്ഥന. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളിപ്പോൾ ജീവിക്കുന്ന ഈ കാലഘട്ടം ചുരുക്കപ്പെടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വിശ്വാസം പരാജയപ്പെടാതിരിക്കുന്നതിനും പ്രാർത്ഥിക്കുക. സുരക്ഷ ഉറപ്പുവരുത്തുക. എപ്പോഴും ശ്രദ്ധയും ജാഗ്രതയും ഉള്ളവരായിരിക്കുക. നിങ്ങളിൽ എത്ര പേർ എൻ്റെ ശത്രുവിനെതിരെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി
കീഴടക്കി തടവുകാരെ ഭവനത്തിലെത്തിക്കും. എൻ്റെ കുഞ്ഞുങ്ങളെ, ഈ പ്രാർത്ഥന പഠിക്കുകയും എപ്പോഴും വിശിഷ്യ പരീക്ഷണത്തിൻ്റെ മണിക്കൂറുകളിൽ ചൊല്ലുകയും ചെയ്യുക. എൻ്റെ ജനം എന്നെ പരിത്യജിച്ച് കുറ്റം വിധിച്ച് അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ സ്വർഗത്തിലേക്ക് നോക്കി എൻ്റെ പിതാവിനോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു: കരുണാസമ്പന്നനും സ്നേഹനിധിയുമായ പിതാവേ, എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്നാണ് അവിടുത്തെ ആഗ്രഹം. പരിത്യജിക്കപ്പെടുകയും വിധിക്കപ്പെടുകയും അനേകം പീഡകൾ സഹിക്കുകയും ചെയ്ത അങ്ങയുടെ പുത്രനെ കാണണമേ. അങ്ങയുടെ ഏകജാതനോട് എന്ത് പാപമാണ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കി കാണണമേ. ദൈവനിഷേധം നിറഞ്ഞ ഈ ദുഷിച്ച നാളുകളിൽ ജീവിക്കുന്ന എല്ലാ ജനങ്ങളും പരീക്ഷണ സമയത്ത് വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിനും നീണ്ടു നിൽക്കുന്ന പീഡകളിൽ ക്ഷമയുള്ളവരായിരിക്കുന്നതിനും വേണ്ടി അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ എല്ലാ പീഡനങ്ങളും വേദനകളും തിരസ്കരണങ്ങളും അപമാനങ്ങളും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയുടെ ഏകജാതൻ്റെ സഹനങ്ങൾ വഴി അവർ അവസാനം വരെ യുദ്ധം ചെയ്യട്ടെ. ആമീൻ. ഞങ്ങളുടെ നാഥൻ്റെ പീഡകളെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. വിലയേറിയ ഈശോയുടെ തിരുരക്തമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ആമീൻ. വീണുപോയ ആടുകൾക്ക് വേണ്ടിയും വിശ്വാസത്തിൽ നിന്ന് വീണു പോകാതിരിക്കുന്നതിനും വേണ്ടിയുള്ള പ്രാർത്ഥന. എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിരന്തരമായ വിശ്വാസത്യാഗവും എങ്ങനെയാണ് അവർ അവരുടെ ദൈവത്തെ എപ്പോഴും ഉപേക്ഷിക്കുന്നതെന്നും എന്നെ അനുദിനം ക്രൂശിക്കുന്നതെന്നും ഞാൻ നേരിൽ കണ്ടു. തിരിച്ചു വരിക അവർക്ക് എത്ര പ്രയാസമായിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ എൻ്റെ വേദനകൾ അത്യധികം വർദ്ധിച്ചു. പലരും പാതി വഴിയിൽ നിന്ന് പോകുന്നവരായിരുന്നു. കാരണം പാത വളരെ കഠിനവും ദൈർഘ്യമുള്ളതാണെന്ന് അവർ കരുതി. പ്രതീക്ഷ നശിച്ച് വീണുപോകുന്ന എൻ്റെ ജനത്തിൻ്റെ സംഖ്യ എത്രയോ വലുതാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, എഴുന്നേറ്റ് ശക്തരായി നിൽക്കുക. എൻ്റെ വീഴ്ചയ്ക്കിടയിൽ ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഓർമ്മിക്കുകയും എൻ്റെ പിതാവിന് ഈ പ്രാർത്ഥനയിലൂടെ അവയെ സമർപ്പിക്കുകയും ചെയ്തു. ഇതിലൂടെ എൻ്റെ പിതാവ് അവസാനം വരെ പിടിച്ചു നിൽക്കുന്നതിന് ആവശ്യമായ എല്ലാ കൃപകളും നിങ്ങളുടെ മേൽ വർഷിക്കും. ഭക്തിപൂർവം ഇത് പ്രാർത്ഥിക്കുന്നവരെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണത സ്വന്തമാക്കുകയും അനുസരണയും എളിമയും ഉള്ളവരായിരിക്കാൻ പഠിക്കുകയും ചെയ്യും. നിത്യനായ സ്നേഹപിതാവേ, അങ്ങയുടെ ഏകജാതനെ ആർദ്രതയോടെ നോക്കണമേ. അങ്ങയുടെ ഏകപുത്രന് വേണ്ടി അവർ ഒരുക്കിയിരിക്കുന്ന ഭാരമുള്ള കുരിശ് കാണുകയും അങ്ങയുടെ ജനത്തിൻ്റെ മേൽ കരുണയുണ്ടാകുകയും ചെയ്യണമേ. ഈ ലോകത്തിൻ്റെ ആഴമേറിയ താഴ്വാരങ്ങളിലും പർവ്വത സമാനമായ മലകളിലും വിശ്വാസം ഉപേക്ഷിച്ചവരും വിശ്വാസം ഉപേക്ഷിക്കുവാൻ പോകുന്നവരുമായ അങ്ങയുടെ എല്ലാ ജനത്തിനും വേണ്ടി എമ്മാനുവേലായ അങ്ങയുടെ പുത്രൻ ഈശോ മിശിഹായുടെ എല്ലാ വേദനകളും സഹനങ്ങളും വിലയേറിയ തിരുരക്തവും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ പുത്രൻ കുരിശിൻ്റെ അടിയിൽ വീണതിലൂടെ അവർക്ക് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുവാനും വിശ്വാസത്തിൽ സ്ഥിരചിത്തരായി നിൽക്കുവാനുമുള്ള ശക്തി ഉണ്ടാകട്ടെ. ജെറുസലേം തെരുവീഥികളിൽ കുരിശിൻ്റെ താഴെ ചൊരിയപ്പെട്ട അവിടുത്തെ വിലയേറിയ തിരുരക്തം അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ അതിയായി ആഗ്രഹിക്കുന്ന സകലരെയും ശക്തിപ്പെടുത്തട്ടെ. ആമീൻ. ഈശോ മിശിഹായുടെ വിലയേറിയ തിരുരക്തമേ, ഞങ്ങളുടെ ബലഹീനമായ ആത്മാക്കളെ ശക്തിപ്പെടുത്തണമേ. ആമീൻ. ഭൂമിയിൽ മഹത്വത്തിൻ്റെ ഭരണം ഉണ്ടാകുന്നതിനുള്ള പ്രാർത്ഥന. ഭൂമിയിലെ എൻ്റെ ദൗത്യത്തിനിടയിൽ, വിശിഷ്യ കുരിശിൽ ഞാൻ അന്ത്യശ്വാസം എടുക്കുവാൻ തുടങ്ങുന്ന സമയത്ത്, ഈ യുഗത്തിൻ്റെ അവസാന മണിക്കൂറിൽ നരകസർപ്പത്തിൻ്റെയും അന്തിക്രിസ്തുവിൻ്റെയും പ്രത്യക്ഷപ്പെടൽ എൻ്റെ ഹൃദയത്തെ അഗാധത്തിൽ കുത്തിത്തുളച്ചു. കുരിശിൽ തൂങ്ങിക്കിടന്നപ്പോൾ അഹങ്കാരിയായ ആ നരകസർപ്പത്തെ ഞാൻ കണ്ടു. ഭൂമിയിൽ എന്നേക്ക് ഭരണം നടത്തുമെന്ന് അത് വീമ്പ് പറഞ്ഞു. കുരിശിൻ്റെ ശത്രുവിൻ്റെ പതനത്തിനു വേണ്ടി നിശബ്ദനായി ഞാൻ ഈ പ്രാർത്ഥന എൻ്റെ പിതാവിന് സമർപ്പിച്ചു. എൻ്റെ കുഞ്ഞുങ്ങളെ, ഈ പ്രാർത്ഥന വഴി അന്തിക്രിസ്തുവിനും നരകസർപ്പത്തിനും അവൻ്റെ അനുചരന്മാർക്കും ഭൂമിയിലുള്ള ഭരണം ഒരു ചെറിയ മണിക്കൂറായി ചുരുക്കപ്പെടും. എത്ര കൂടുതൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ അത്രയും ചുരുങ്ങിയതായിരിക്കും അവയുടെ ഭൂമിയിലുള്ള ഭരണത്തിൻ്റെ മണിക്കൂർ. ഓ സ്നേഹവും കരുണയുമുള്ള പിതാവേ, സകലതും അറിയുന്നവനെ, സർവശക്തനെ, ആൽഫയും ഒമേഗയുമായവനെ, സകലതും സൃഷ്ടിച്ച നിത്യപിതാവേ, അങ്ങയുടെ മക്കളെ പരിത്യജിക്കുകയോ അവിടുത്തെ സ്വഭാവം അതിനെ തടയുന്നു. മനുഷ്യരെ രക്ഷിക്കുന്നതിനും അങ്ങയുടെ രാജ്യം താഴെ ഭൂമിയിൽ കൊണ്ടുവരുന്നതിനുമായി കടന്നു വന്ന അങ്ങയുടെ ഏകജാതനായ യേശു ക്രിസ്തുവിനെ ആർദ്രതയോടെ നോക്കണമേ.
രക്ഷയുടെ വിശുദ്ധ കുരിശിൻ്റെ ശത്രുക്കളുടെയും ഇപ്പോഴും യുഗാന്ത്യത്തിലും സത്യത്തിനെതിരായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന നരകസർപ്പത്തിൻ്റെയും അന്ത്യക്രിസ്തുവിൻ്റെയും പരാജയത്തിനുമായി അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ എല്ലാ നൊമ്പരങ്ങളും പീഡകളും വേദനകളും വിലയേറിയ തിരുരക്തവും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നമ്മുടെ രക്ഷകന്റെ വിലയേറിയ തിരുരക്തത്താലും അവിടുത്തെ അവസാന ശ്വാസത്താലും അവർ സൂര്യൻ്റെ മുമ്പിൽ പെട്ടുപോയ പത പോലെ അപ്രത്യക്ഷമാവട്ടെ. അങ്ങനെ അവിടുത്തെ രാജ്യം ഭൂമിയിൽ വേഗം സംജാതമാകും. ആമീൻ. ഈശോ മിശിഹായുടെ വിലയേറിയ തിരുരക്തമേ, അങ്ങയുടെ രാജ്യം വരണമേ. ആമീൻ. ജഡിക പാപങ്ങൾക്കെതിരായുള്ള പ്രാർത്ഥന. വ്യഭിചാരത്തിലേക്കും ലൈംഗിക അശുദ്ധിയിലേക്കും നയിക്കുന്ന ആസക്തികളെ നിങ്ങൾ നിഹനിക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്യുന്നതിനു വേണ്ടിയായിരുന്നു സകല മനുഷ്യരുടെയും മുമ്പിൽ ഞാൻ നഗ്നനായി തീർന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? കുഞ്ഞുങ്ങളെ, എൻ്റെ ശത്രു അവനിലേക്ക് സകല മനുഷ്യരെയും അടുപ്പിക്കുന്നതിനായി ഈ പാപമാണ് ഉപയോഗിച്ചത്. സ്ഥിരമായി ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഏതൊരു പാപിക്കും യഥാർത്ഥ പശ്ചാത്താപമുണ്ടാവും. എത്ര കൂടുതലായി നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലുന്നുവോ അത്രയും അധികം ആളുകൾ എന്നിലേക്ക് തിരികെ വരികയും വ്യഭിചാരവും ലൈംഗിക അശുദ്ധിയും ഉപേക്ഷിക്കുകയും ചെയ്യും. ജഡിക പാപങ്ങൾ വഴിയായി ധാരാളം ജനങ്ങളെ നഷ്ടപ്പെടും. ആത്മാക്കളെ രക്ഷിക്കുന്നതിനായി കഠിനമായി അധ്വാനിക്കുക. പരിശുദ്ധനും കരുണാനിധിയുമായ പിതാവേ, അങ്ങയുടെ ജനം അവിടുത്തെ പരിശുദ്ധ നിയമത്തെ അറിയുന്നതിനും ഭയക്കുന്നതിനുമായി അങ്ങയുടെ ഏകജാതൻ സകല മനുഷ്യരും കാണുക നഗ്നനായി നിൽക്കുകയാണ്. മലിനതയിലും ലൈംഗിക അശുദ്ധിയിലും വ്യഭിചാരത്തിലും ജീവിക്കുന്ന അങ്ങയുടെ ജനത്തിനു വേണ്ടി എൻ്റെ എളിയ പ്രാർത്ഥന സ്വീകരിക്കണമേ. അങ്ങയുടെ ഏകജാതൻ്റെ എല്ലാ അപമാനങ്ങളും നിന്ദനങ്ങളും വഴി അവരുടെ ജീവിതങ്ങളെ പശ്ചാത്താപത്തിനായി അങ്ങ് സ്പർശിക്കുകയും അവരെ രക്ഷിക്കുകയും ചെയ്യണമേ. അവരുടെ ഹൃദയങ്ങളിൽ വീഴുവാൻ വേണ്ടി ഞാൻ യാചിക്കുന്ന അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ അവർ പശ്ചാത്തപിക്കുകയും രക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ. അവിടുത്തെ അപമാനത്താൽ അവരെ പശ്ചാത്തപിക്കുവാൻ തക്ക ധൈര്യമുള്ളവരാക്കണമേ. ആമീൻ. മരണമടഞ്ഞ ഗർഭസ്ഥ ശിശുക്കളുടെ ജ്ഞാനസ്നാനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന. ഇന്ന് നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ രക്തം സ്വർഗം നിറച്ചിരിക്കുകയാണ്. വളരെ വലുതാണ് അവരുടെ എണ്ണം, വളരെ വളരെ വലുത്. നിത്യപിതാവിൻ്റെ കോപം മനുഷ്യകുലത്തിൻ്റെ മേൽ പതിയാറായിരിക്കുന്നു. അവരുടെ രക്തം എൻ്റെ പീഡയെ അനുഭവിക്കുന്ന ഹൃദയത്തെ അസ്വസ്ഥപ്പെടുത്തുകയും എൻ്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ജനിക്കാൻ സാധിക്കാതെ പോയ നിഷ്കളങ്കരായ അനേകം കുഞ്ഞുങ്ങളുടെ ജീവൻ ഈ പ്രാർത്ഥനയിലൂടെ രക്ഷിക്കപ്പെടും. എല്ലാ ദിവസവും ഇത് പ്രാർത്ഥിക്കുകയും ലോകത്തെ അറിയിക്കുകയും ചെയ്യുക. ഈ പ്രാർത്ഥന പഠിപ്പിക്കുന്ന ആരും നഷ്ടപ്പെട്ടു പോവുകയില്ല. അവർ നഷ്ടപ്പെട്ടു പോകുവാൻ സ്വർഗത്തിലുള്ള നിഷ്കളങ്കരായ ആത്മാക്കൾ ഒരിക്കലും സമ്മതിക്കുകയില്ല. എൻ്റെ സ്നേഹവും കരുണയും കൊണ്ട് മാരക പാപത്തിൽ വീഴുന്നതിൽ നിന്ന് ഞാൻ അവരെ സംരക്ഷിക്കും. സ്വർഗീയ പിതാവേ, അങ്ങയുടെ സ്നേഹം അനന്തമാകുന്നു. അങ്ങയുടെ സ്നേഹത്തിൻ്റെ സമുദ്രത്തിൽ അവിടുത്തെ ഏകജാതനായ യേശു ക്രിസ്തുവിലൂടെ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. തൻ്റെ ജനത്തോടുള്ള സ്നേഹത്തെ പ്രതി നിരന്തരമായി രക്തം ചിന്തിക്കൊണ്ട് കുരിശിൽ കിടക്കുന്ന അവിടുത്തെ പുത്രനെ നോക്കുകയും അങ്ങയുടെ ലോകത്തോട് ക്ഷമിക്കുകയും ചെയ്യണമേ. അവരുടെ രക്ഷയ്ക്കു വേണ്ടി മരിച്ചു കുരിശ് തൂങ്ങിക്കിടന്ന അങ്ങയുടെ പുത്രൻ്റെ തിരുവിലാവിൽ നിന്നുള്ള രക്തത്താലും ജലത്താലും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മരണമടഞ്ഞ എല്ലാ ഗർഭസ്ഥ ശിശുക്കളെയും ശുദ്ധീകരിക്കുകയും ജ്ഞാനസ്നാനപ്പെടുത്തുകയും ചെയ്യണമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ മരണം വഴി അവർ നിത്യജീവൻ സ്വന്തമാക്കുകയും അവിടുത്തെ മുറിവുകളാൽ സൗഖ്യപ്പെടുകയും അവിടുത്തെ വിലയേറിയ തിരുരക്തത്താൽ സ്വതന്ത്രരാക്കപ്പെടുകയും ചെയ്യട്ടെ. അങ്ങനെ സ്വർഗത്തിലെ വിശുദ്ധരോടൊന്നിച്ച് ആനന്ദിക്കട്ടെ. ആമേൻ. നിത്യപിതാവിനോടുള്ള ഫലദായകമായ ഹ്രസ്വ പരിഹാര പ്രാർത്ഥന. എൻ്റെ വിലയേറിയ തിരുരക്തത്തെ ആരാധിക്കുന്ന സകലരും തൻ്റെ പുത്രനെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന എൻ്റെ പിതാവിനെ ആശ്വസിപ്പിക്കുന്നു. നിങ്ങൾ എൻ്റെ വിലയേറിയ തിരുരക്തത്തെ ആരാധിക്കുമ്പോൾ എൻ്റെ തിരുഹൃദയത്തിൻ്റെ വേദനകൾ കുറയുന്നു. എൻ്റെ അമ്മയുടെ ദുഃഖിതമായ ഹൃദയവും ആശ്വസിപ്പിക്കപ്പെടുന്നു. കുഞ്ഞുങ്ങളെ, എൻ്റെ വിലയേറിയ തിരുരക്തത്തെ എപ്പോഴും ആരാധിക്കുകയും കരുണയ്ക്കായി ഇത് എൻ്റെ പിതാവിന് സമർപ്പിക്കുകയും ചെയ്യുക. ഈ പ്രാർത്ഥന കേൾക്കുക. ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി എപ്പോഴും ഇത് പ്രാർത്ഥിക്കുക. 3 പ്രാവശ്യം ഇത് പ്രാർത്ഥിക്കുക. ഓരോ പ്രാവശ്യവും ഇത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവകരുണ ഇരട്ടിയായി വർദ്ധിക്കും. ദൈവനിഷേധത്തിൻ്റെ ദിവസങ്ങളിൽ ജീവിക്കുന്നതിനാൽ എല്ലായ്പ്പോഴും ദിവസത്തിൽ
പല പ്രാവശ്യം ഇത് പ്രാർത്ഥിക്കുക. ശുദ്ധീകരണാഗ്നിയിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നതിനായി നിങ്ങൾ എപ്പോഴും ഈ പ്രാർത്ഥന ചൊല്ലണം. കുഞ്ഞുങ്ങളെ, ഇത് ലോകം മുഴുവനെയും അറിയിക്കുക. നിത്യപിതാവേ, എൻ്റെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനായ ഈശോ മിശിഹായുടെ എല്ലാ തിരുമുറിവുകളും അവിടുത്തെ തിരുഹൃദയത്തിൻ്റെ യാതനകളും നൊമ്പരങ്ങളും അവിടുത്തെ എല്ലാ തിരുമുറിവുകളിൽ നിന്നും ഒഴുകിയ ഏറ്റവും വിലയേറിയ തിരുരക്തവും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, എൻ്റെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനായ ഈശോ മിശിഹായുടെ എല്ലാ തിരുമുറിവുകളും അവിടുത്തെ തിരുഹൃദയത്തിൻ്റെ യാതനകളും നൊമ്പരങ്ങളും അവിടുത്തെ എല്ലാ തിരുമുറിവുകളിൽ നിന്നും ഒഴുകിയ ഏറ്റവും വിലയേറിയ തിരുരക്തവും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, എൻ്റെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനായ ഈശോ മിശിഹായുടെ എല്ലാ തിരുമുറിവുകളും അവിടുത്തെ തിരുഹൃദയത്തിൻ്റെ യാതനകളും നൊമ്പരങ്ങളും അവിടുത്തെ എല്ലാ തിരുമുറിവുകളിൽ നിന്നും ഒഴുകിയ ഏറ്റവും വിലയേറിയ തിരുരക്തവും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ആമേൻ. വിലയേറിയ തിരുരക്തത്തിനെതിരായി ചെയ്യപ്പെടുന്ന പാപങ്ങളുടെ പരിഹാരത്തിനായുള്ള പ്രാർത്ഥന. എൻ്റെ കുഞ്ഞുങ്ങളെ, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും സ്വർഗം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണെന്നും ഞാൻ വിവരിച്ചു കൊള്ളട്ടെ. എൻ്റെ മകൻ എപ്പോഴും നിങ്ങളെ ശ്രദ്ധിക്കുന്നു. നിങ്ങളിൽ നിന്ന് എപ്പോഴും കേൾക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഓ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ പ്രാർത്ഥന എപ്പോഴും ചൊല്ലുക. കുറഞ്ഞത് ഒരു ദിവസം 500 പ്രാവശ്യമെങ്കിലും. നമ്മുടെ പരിശുദ്ധ മാതാവ്, ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ.